വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങിയതിന് പിന്നാലെ സർക്കാർ ടൗൺഷിപ്പിലെ 7 വീടുകളുടെ താക്കോൽ ഊരാളുങ്കൽ അധികൃതർ കൈമാറി. 3 ഘട്ടമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് താക്കോലുകൾ കൈമാറിയത്. ക്ലസ്റ്ററുകൾ തിരിച്ച് വീടുകൾ കൈമാറുകയാണ് ലക്ഷ്യമെന്ന് ഊരാളുങ്കലിന്റെ അധികൃതർ പറഞ്ഞു. അതേസമയം നിലവിലെ നടപടിക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങളും ഉയരുകയാണ്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ ദേവദത്തം, ഇന്നിപ്പോൾ സർക്കാർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട 7 വീടുകളുടെ, നേരത്തെ 172 വീടുകളുടെ പട്ടയമാണ് സർക്കാർ കൈമാറിയിരുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ ഈ വീടുകളൊന്നും അവിടെ അത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല, ടൗൺഷിപ്പ് പൂർത്തീകരിച്ചിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോൾ തുടർന്ന് ഇപ്പോൾ 7 വീടുകളുടെ താക്കോൽ ഊരാളുങ്കൽ അധികൃതർ കൈമാറിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഒരു സ്നേഹനിലാവിൻ്റെ വാർത്ത എത്തിയിരുന്നു. മുസ്ലിം ലീഗ് അവിടെ വീടുകൾ നിർമ്മിച്ചു നൽകി, അവർക്ക് അവിടെ ജനങ്ങൾ, ഈ ദുരന്തബാധിതരായിട്ടുള്ളവർ താമസം തുടങ്ങി എന്ന വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ ഊരാളുങ്കലിൻ്റെ നീക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് ദിലീപ് കുമാർ. ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കൂടി പാത്രമാവുകയാണ് നിലവിലെ ഈ ഊരാളുങ്കൽ അധികൃതരുടെ നടപടി എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമായും ആദ്യഘട്ടത്തിൽ സർക്കാർ ഉദ്ഘാടനം നടത്തി 178 വീടുകളുടെ പട്ടയ കൈമാറ്റമായിരുന്നു നടന്നിരുന്നത്. അന്ന് താക്കോൽദാനം എന്നുള്ളതും കൂടി അന്ന് നേരത്തെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകളിലടക്കം അത്തരത്തിലായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ തരത്തിൽ താമസം തുടങ്ങിയില്ല എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെ, ഒരു വീട്ടിൽ വിള്ളൽ ഉണ്ടായതിന് പിന്നാലെ, അല്ലെങ്കിൽ വിള്ളൽ കണ്ടെത്തിയെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ റവന്യൂ മന്ത്രി അടക്കം ഇവിടെ എത്തി ഒരു വിശദീകരണം നൽകിയിരുന്നു. പട്ടയങ്ങൾ മാത്രമാണ് കൈമാറിയതെന്നുള്ളത്. അതിനുശേഷം ഉയർന്ന ചോദ്യം എന്നുള്ളത് എപ്പോഴാണ് താക്കോലുകൾ കൈമാറുക ഈ ആദ്യഘട്ടത്തിലെ വീടുകളുടെ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ ഭവനങ്ങളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങിയത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഊരാളുങ്കൽ അധികൃതർ ഈ ക്ലസ്റ്റർ തിരിച്ച്, അതായത് കൃത്യമായി പറഞ്ഞാൽ 3ാം സോണിലാണ്, 3ാം സോണിലെ എ ക്ലസ്റ്ററിലെ 196 മുതൽ 202 വരെയുള്ള 7 വീടുകളുടെ താക്കോലുകളാണ് കൈമാറിയത്. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നുള്ളതും കൂടിയാണ് ഊരാളുങ്കൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് 3 ഘട്ടത്തിലുള്ള, പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് 3 ഘട്ടത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഓരോ വീടുകളും കൈമാറുന്നത്. അങ്ങനെ 3 ഘട്ടത്തിലെ പരിശോധനകൾ സംയുക്തമായി കൂടി, അതായത് കിഫ്കോണും ഊരാളുങ്കൽ അധികൃതരും സംയുക്തമായി നടത്തിയ പരിശോധനകൾക്ക് ശേഷം 3 ഘട്ടത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഈ 7 വീടുകളുടെ താക്കോലുകൾ നൽകിയത്. അതേസമയം 178 വീടുകളുടെ ആദ്യഘട്ടത്തിൽ നൽകേണ്ടിയിരുന്നത്, അവിടെ താമസം തുടങ്ങിയിരുന്നത് 178 കുടുംബങ്ങളായിരുന്നു. ആ 178 വീടുകളുടെ പട്ടയ കൈമാറ്റമായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അതിൽ ഈ 178ൽ 56 വീടുകളുടേതാണ് രണ്ടാം ഘട്ട പരിശോധനകൾ, അല്ലെങ്കിൽ 2ാം ഘട്ട പരിശോധനകളിൽ തന്നെ പൂർത്തിയായത് എന്നുള്ളതും കൂടിയാണ്. 178 വീടുകളുടെ ആദ്യഘട്ട പരിശോധനകൾ പൂർത്തിയായി. അതിൽ 56 വീടുകളുടെ 2ാം ഘട്ട പരിശോധനയും പൂർത്തിയായി. ഈ 56 വീടുകളിൽ നിന്ന് 3ാം ഘട്ട പരിശോധന പൂർത്തിയായ 7 വീടുകളുടെ താക്കോലുകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ താക്കോലുകൾ ലഭിച്ച ദുരന്തബാധിതരടക്കം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം തീരുമാനിച്ച് താമസിക്കാമെന്നുള്ളതാണ്. നിലവിൽ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ വെള്ളത്തിനുള്ള സംവിധാനമൊക്കെ തന്നെ തയ്യാറായിരിക്കുന്നു. നമ്മൾ അല്പസമയം മുമ്പ് അത് നോക്കിയത് കൂടിയാണ്. എന്തായാലും ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത്, മറ്റുള്ള വീടുകൾ എപ്പോഴത്തേക്ക് വാസയോഗ്യമാകും. ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെയും കെട്ടിടങ്ങൾ 2-3 ദിവസത്തിനകം, ഭൂരിഭാഗം വരുന്ന കെട്ടിടങ്ങളും പൂർത്തിയായി. മൊത്തം ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെയും കെട്ടിടങ്ങൾ 2-3 ദിവസത്തിനകം പൂർത്തിയാകുമെന്നുള്ളതും കൂടിയാണ് ഊരാളുങ്കൽ അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് അടക്കമുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ മെയ് 20 എന്നുള്ള ഒരു തീയതി കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ഏപ്രിൽ 30 എന്നുള്ളതായിരുന്നു ഊരാളുങ്കൽ അധികൃതർ നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റിരുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്ന. ചിലപ്പോൾ വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.